ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ചെയ്യുന്നത് കപ്പിൽ സെറ്റ് ചെയ്തെടുക്കുന്ന ഒരു ചീസ് കേക്കാണ്. നമുക്ക് ഒരൊറ്റ മണിക്കൂറേ വേണ്ടൂ ഇത് സെറ്റ് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഒരു പാർട്ടിക്കൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കി സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസേർട്ടാണ്. പക്ഷെ കാണാൻ നല്ല റിച്ച് ആയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഈ റെസിപ്പി എങ്ങനെയാണെന്നൊന്ന് നോക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ക്രീം ചീസ്. ഇതൊരു ബ്ലോക്കാണ് ഞാൻ എടുത്തിട്ടുള്ള 250 ഗ്രാമാണ്. പക്ഷെ നമുക്ക് 125 ഗ്രാമേ ആവശ്യമുള്ളൂ. അപ്പോൾ നേരെ പകുതി ഉണ്ടാവും. പിന്നെ ക്രീം, ഒരു അരക്കപ്പ് ക്രീം നമുക്ക് ആവശ്യമുണ്ട്. പിന്നെ വാനില എസൻസ്, കുറച്ച് സ്ട്രോബെറീസ്, 4 ബിസ്ക്കറ്റ്. ഗുഡ് ഡേ ബിസ്ക്കറ്റും നല്ലതാണ്, അതിന് നല്ല ക്രീമി ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ പഞ്ചസാര 3/4 കപ്പ്. ചീസ് കേക്കിൻ്റെ ക്രീം ചീസ് മിക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം 125 ഗ്രാം ക്രീം ചീസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് അരക്കപ്പ് പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പഞ്ചസാരയും ക്രീം ചീസും ഒന്ന് മിക്സ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളതിലേക്ക് അരക്കപ്പ് ക്രീം ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ വാനില എസൻസ്. എന്നിട്ട് നല്ല സ്മൂത്തായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. നമ്മളെ ക്രീം ചീസ് മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ സ്ട്രോബെറി സോസ് ചെയ്യാൻ പോകുന്നതാണ്. സ്ട്രോബെറി സോസിന് ആദ്യം ഞാൻ സ്ട്രോബെറീസൊക്കെ നന്നായി കഷ്ണാക്കി ഇട്ടു. പിന്നെ 1/4 കപ്പ് പഞ്ചസാര ഇട്ടു. ഇനി 2 ടേബിൾ സ്പൂൺ ഇളം ചൂടുള്ള വെള്ളം ഒഴിക്കണം. എന്നിട്ട് സ്ട്രോബെറി നന്നായിട്ട് വെന്ത് ഉടയുന്ന വരെ നമ്മൾ ഇതിനെ വേവിച്ചെടുക്കണം. മീഡിയം ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. ഈ പഞ്ചസാര അലിയാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മളെ സ്ട്രോബെറിയും വെന്ത് തുടങ്ങും. നല്ല വെന്ത് ഉടഞ്ഞിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. അപ്പം നമ്മൾ സ്ട്രോബെറി സോസും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെ കപ്പിൽ ലെയർ ചെയ്യുന്നത് നോക്കാം. ആദ്യം നമ്മൾ സ്ട്രോബെറിൻ്റെ മിക്സാണ് ചേർക്കുന്നത്. നമ്മൾ ക്രീം ചീസ് ചേർത്ത് കൊടുക്കുന്നതാണ്. ഇനി നമുക്കതിൻ്റെ മുകളിലേക്ക് ഒരു ലെയർ ബിസ്ക്കറ്റ് ചെയ്യാം. ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കുറച്ച് സ്ട്രോബെറിൻ്റെ സിറപ്പ് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നിങ്ങളുടെ കയ്യിൽ ചെറി ഉണ്ടെങ്കിൽ ചെറിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബെറീസ് ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കാം. ഞാനിവിടെ ബെറീസ് ആണ് വെക്കുന്നത്. അപ്പം ഞാൻ 2 ഗ്ലാസ്സിലായിട്ട് ചീസ് കേക്ക് ചെയ്തിട്ടുണ്ട്. ഒരു ഗ്ലാസ്സിൽ 1 ലെയറും ഒരു ഗ്ലാസ്സിൽ 2 ലെയറുമായിട്ടാണ് ചെയ്തത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ 1 ലെയറോ 2 ലെയറോ ആയിട്ട് ചെയ്യാം. ഇനി ഇതൊരു മണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിൽ തണുക്കാൻ വേണ്ടിയിട്ട് വെക്കണം. എന്നിട്ട് നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തൊക്കെ ഒന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം.